ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് GP റേറ്റിംഗിനെ കുറിച്ചിട്ടാണ്. മെർച്ചന്റ് നേവിയിൽ ഷിപ്പിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മനസ്സിലുള്ളൊരു ഡൗട്ടായിരിക്കും, GP റേറ്റിംഗ് പഠിച്ചാൽ പ്ലേസ്മെന്റ് ലഭിക്കുമോ, അല്ലെങ്കിൽ ഷിപ്പിൽ ഒരു ജോലി പെട്ടെന്ന് സാധ്യമാണോ, എന്താണ് റാങ്ക് ലഭിക്കുന്നത്, സാലറി എത്രയാണ് എന്നുള്ളതൊക്കെ. അപ്പം ഇത്തരം ഒരു ഡൗട്ട് മനസ്സിൽ കൊണ്ട് നടന്ന് GP റേറ്റിംഗ് പഠിക്കാൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. GP റേറ്റിംഗ്, ജനറൽ പർപ്പസ് റേറ്റിംഗ്. എന്താണ് ഈ GP റേറ്റിംഗ്? ഷിപ്പിൽ ഓഫീസർ റാങ്ക് അല്ലാതെ മറ്റു ജോലിക്ക് ഷിപ്പിലേക്ക് കയറാൻ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ് GP റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ എൻജിൻ സൈഡിൻ്റെയും ഡെക്ക് സൈഡിൻ്റെയും ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു പ്രീ സീ ട്രെയിനിങ് ആണ്. അതായത് കടലിലേക്ക് ഒരു ഷിപ്പിൽ കയറുന്നതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് GP റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഡെക്ക് സൈഡിൻ്റെയും എൻജിൻ സൈഡിൻ്റെയും മുഴുവനായിട്ടുള്ള കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ എൻജിൻ റൂം എങ്ങനെ ക്ലീൻ ആക്കി വെക്കാം, അവിടെ ഫിൽറ്റർ ഉണ്ടാവും, ഫിൽറ്ററിനെ കുറിച്ചിട്ട് ഫിൽറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാം, പിന്നെ വാച്ച് കീപ്പിംഗ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും എക്സെട്ര കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. ഡെക്ക് സൈഡാണ് വരുന്നതെങ്കിൽ ഷിപ്പ് എങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കാം, ഷിപ്പിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട്, അതുപോലെ റോപ്പ് വർക്കിനെ കുറിച്ചിട്ട്, കയറിങ്ങനെ പലതരത്തിൽ കെട്ടാം, ആ കാര്യങ്ങൾ, വാച്ച് കീപ്പിംഗ്, വീൽ ഹാൻഡ്ലിങ് എക്സെട്ര അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു ട്രെയിനിങ്ങിൽ ഡെക്ക് സൈഡിൽ വരുമ്പം GP റേറ്റിംഗിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് മിനിമം 10th പാസ്സായിട്ടുണ്ടായിരിക്കണം. 10th പാസ്സായിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുന്നത്. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലുള്ള സബ്ജക്റ്റിലെ 50% മാർക്കും ഇംഗ്ലീഷിൽ 50% മാർക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ ഒരു GP റേറ്റിംഗ് കോഴ്സ് പഠിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഉള്ള ഒരു ഡൗട്ടായിരിക്കും, ഈ ഒരു GP റേറ്റിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി ലഭിക്കുമോ എന്നുള്ളത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കോളേജ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഈ GP റേറ്റിംഗ് പഠിക്കാൻ നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോളേജ് DG ഷിപ്പിങ്ങിൻ്റെ അപ്രൂവൽ ഉള്ള കോളേജ് ആണോ എന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ ഇല്ലാത്ത കോളേജിൽ ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ 6 മാസത്തെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലിക്ക് ശ്രമിക്കുന്ന സമയത്തായിരിക്കും അറിയാൻ പറ്റുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിച്ച ആ ഒരു 6 മാസത്തെ ടൈമും വേസ്റ്റ് ആവും, അതുപോലെ പഠിക്കാൻ കൊടുത്ത ഫീസും വേസ്റ്റ് ആകും. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജ് DG ഷിപ്പിംഗ് അപ്രൂവൽ കിട്ടിയ കോളേജ് ആണോ എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് പ്ലേസ്മെൻറ്റ് റെക്കോർഡുള്ള ഒരു നല്ല കോളേജ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം. പ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു കോളേജിലൊക്കെയാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്ന ടൈം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്. GP റേറ്റിംഗ് പഠിച്ച ഉടനെ തന്നെ എല്ലാവർക്കും ജോലി ലഭിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ പ്ലേസ്മെൻറ്റ് റെക്കോർഡും അതുപോലെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നല്ലോണം അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ ഒരു കോളേജ് നിങ്ങൾ ചൂസ് ചെയ്യുക. GP റേറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോളേജ് ചൂസ് ചെയ്യണം. GP റേറ്റിംഗ് പഠിച്ചാൽ ജോലി സാധ്യത കുറച്ചെങ്കിലും കൂടുതൽ ഉള്ള കോളേജസ് ആണ് ഗ്രേറ്റ് ഈസ്റ്റേൺ മെറിടൈം അക്കാഡമി, TS റഹ്മാൻ, ന്യൂസി. ഈ കോളേജസിലൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് വഴി ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഷിപ്പിംഗ് കമ്പനിയുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ജോലിക്ക് ശ്രമിക്കാവുന്നതാണ്. ആ ഒരു വെബ്സൈറ്റിൽ ഓരോ ജോലിയുടെ വേക്കൻസീസ് കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പഠിച്ച കോഴ്സിൻ്റെ വേക്കൻസീസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്, ഈ ഒരു GP റേറ്റിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഷിപ്പിൽ എന്താണ് ജോലി ലഭിക്കുക എന്നുള്ളത്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഷിപ്പിലോട്ടേക്ക് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലി എൻജിൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ ട്രെയിനി വൈപ്പർ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രെയിനി വൈപ്പർ ആയിട്ട് ഒരു 12-18 മാസത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈപ്പർ റാങ്കിലോട്ടേക്ക് മാറാം. അവിടെ നിന്ന് എക്സ്പീരിയൻസ് ലഭിച്ചിട്ട് മോട്ടോർമാൻ ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഡെക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ട്രെയിനി OS ഓർഡിനറി സീമാൻ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഒരു 18 മാസത്തോളം എക്സ്പീരിയൻസ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ OS ആയിട്ട് വർക്ക് ചെയ്യാം. അതിനുശേഷം ഏബിൾ സീമാൻ ആയിട്ടും അതായത് AB ആയിട്ടും പിന്നെ ബോസൺ ആയിട്ടും വർക്ക് ചെയ്യാവുന്നതാണ്. GP റേറ്റിംഗിനെ കുറിച്ചിട്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഇൻസ്റ്റ ഐ ഡി ഞാൻ മെൻഷൻ ചെയ്യാം, അതിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പം മെർച്ചന്റ് നേവി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്